അങ്ങനെ ജാക്ക് എല്ലാ റിപ്പോർട്ടും നോക്കിയിട്ട് വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ആഡത്തിനോട് ചോദിക്കുക, അങ്ങനെ പറഞ്ഞ സാധനമൊക്കെ സെറ്റ് ചെയ്താ, പക്ഷേ എന്തൊക്കെയാ അങ്ങനെ ഇപ്പം കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞൊന്നും മനസ്സിലായില്ല പറയുക. അത് ഹെവൻ പറഞ്ഞു തരുമെന്ന് ആഡോൺ പറയാണ്. അപ്പോൾ ഹെവൻ പറയാണ്, ഹേ ജാക്ക്, ഇത് ഞാനിപ്പോൾ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ, ഇത് നിങ്ങൾ കണ്ടുപിടിച്ച പോലെ സെസ്കോ ഡിമേറിയ അവൻ്റെ ബില്ലിനെ അവനൊന്ന് കാണാൻ നമുക്ക്, പിന്നെ ഒന്ന് കാലിഫോർണിയ പോകണം. സെസ്കോ ഡിമേറിയ ന്യൂയോർക്കിലാട്ടോ. അപ്പോൾ അത് കൂടെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനെതിരെ റോബർട്ട് പറഞ്ഞൊരു അവർ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഒരു ടോളിൻ്റെ എക്സ്ട്രാ പ്രൈസിൻ്റെ എതിരെ. അപ്പം ആ ക്യാമ്പയിനെ കുറിച്ച് കുറച്ചും കൂടെ അറിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ, അവർക്ക് എവിടെ നിന്നൊക്കെ അത് പൈസ പോയതെന്ന് അറിയാൻ പറ്റുമല്ലോ. അതൊരു നല്ല ഐഡിയ അല്ലേ ചോദിക്കുക. അതൊരു നല്ല ഐഡിയ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് സെസ്കോ ആയിട്ട് പോയി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സെസ്കോ ഡിമേരി അത്യാവശ്യം ബിസി ആവും. അപ്പോൾ എൻ്റെ മാനേജറിനെ വിളിച്ചിട്ട് എൻ്റെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ജാക്ക് ഒരു കാര്യം ചോദിക്കുക കേട്ടോ, അല്ല കാലിഫോർണിയയിലേക്ക് നമ്മൾ എന്തിനാ പോകുന്നത്? അപ്പം ഏടാൻ പറയാ, അത് മറ്റേ ഫാസ്ടാഗിൻ്റെ സംഭവം അവിടുന്ന് കാണാതെ പോയി. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് എന്ന് ജാക്ക് പറയാണ്. പിന്നെ ന്യൂയോർക്ക് വഴി എങ്ങനെ കാലിഫോർണിയ പോകാനാ എന്ന് ഹെവനോട് ചോദിക്കുക. അല്ല, ന്യൂയോർക്ക് പോയി കഴിഞ്ഞിട്ട് കാലിഫോർണിയ പോകുന്ന ഞാൻ ഉദ്ദേശിച്ചത് ഹെവനും പറയുക. ഓക്കെ, എന്നാലും ഞാൻ സെസ്കോനൊന്ന് മാനേജറിനൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയുക. പിന്നെ സെസ്കോനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സെസ്കോൻ്റെ മാനേജറിനോട് പറയുക, വാട്ട് ദ ഹെക്ക് സൺഡേ, ഈ സൺഡേ ഒരു പണിയും ഇല്ല, ഐ എം കംപ്ലീറ്റ്ലി ബോർഡ് എന്ന് പറയുക. അല്ല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് വല്ല ടൂറൊക്കെ ആകുമ്പോൾ ഫ്ലാറ്റിലേക്ക് ഫ്രണ്ട്സിനെ വിളിക്കാൻ സെറ്റാക്കി തരാമെന്ന്. പൈസ ചിലവാക്കിയിട്ട് ഇവിടെ കാര്യമല്ല. ഡൂഡ്, നിങ്ങൾ എത്ര പൈസ ഉണ്ട് എന്ന് ലെസ്കോ ചോദിക്കുകയാണ്. ലെസ്കോ പറഞ്ഞാൽ സെസ്കോൻ്റെ മാനേജർ. മിസ്റ്റർ ലെസ്കോ, താങ്കൾ എൻ്റെ മാനേജറാണ്, അറിയാം എന്ന് പറയുന്നുണ്ട്. ബോറടിക്കുന്നു. അപ്പോൾ ലെസ്കോ പറയുക, നിങ്ങൾക്ക് വല്ല എന്താ പറയുക പ്രോപ്പർട്ടീൻ്റെ ഇതെങ്ങനെ വരും, അല്ല കോൺട്രാക്റ്റോ എന്തെങ്കിലുമൊക്കെ പണി നമുക്ക് ആ ടൈമിൽ വരുമെന്ന് പറയുക. അപ്പോഴാണ് ജാക്കിൻ്റെ കോവ്. വന്നല്ലോ എന്ന് സെസ്കോൻ പറഞ്ഞ്. അപ്പോൾ ആ കോവ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഹലോ, ഇത് ജാക്കാണ്, ഒരു പോലീസ് ഓഫീസറാണ്. ഞങ്ങൾക്ക് നിങ്ങളെ ബോസിനോട് ഒരു മീറ്റിംഗ് വയ്ക്കണം, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് പറ്റുന്ന ദിവസമൊക്കെ പറ്റും, പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ നല്ലതായേനെ എന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ബോസ്, ഇന്ന് മാത്രമേ ഫ്രീ പോകൂ, അതുകൊണ്ട് ഇന്ന് പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വന്നോ എന്ന് പറയാം. എങ്ങോട്ടാണ് ചോദിക്കുമ്പം ഒരു ഹോട്ടലിൻ്റെ പേരും പറയാണ്. അന്നേരം ഒരു കഫേ പോലത്തെ ഇതാട്ടോ, അവിടെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പം അങ്ങോട്ട് പോവുക എന്ന് ജാക്ക് ഹെവനോട് പറയാണ്. അങ്ങനെ ഹെവനും ജാക്കും ഏതവും അങ്ങനെ പോകുകയാണ്. പിന്നെ വീണ്ടും സെസ്കോനെ കാണിക്കുന്നത്. സെസ്കോ തൻ്റെ മാനേജറിനോട് ഇവരെയൊക്കെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യാൻ വയ്യ. ആരാണ് ജാക്കിന് എന്താ ഇത് എന്നെ ചോദ്യം ചെയ്യാൻ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വരികയാണെങ്കിൽ മിക്കവാറും വല്ല സ്പോൺസർഷിപ്പിന് അങ്ങനെ ആവും. എന്തായാലും നോക്കിയൊക്കെ എന്ന് പറയുകയാണ്. അപ്പം ലെസ്കോ നോക്കുന്നുണ്ട്. ജാക്കൊരു യങ് പോലീസ് ഓഫീസറാണ് ബാക്കി വരെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അവൻ്റെ ആ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്യാണ്. പിന്നെ കാണിക്കുന്നത് ഹെവനെയാണ്. എടാമേ, ഈ ഫാസ്റ്റ് ട്രാക്ക് സ്കാൻഡിൽ നിന്ന് ഓൾമോസ്റ്റ് എത്ര ഡോളർ പോയിട്ടുണ്ടാവും? ഒരു അപ്രോക്സിമേറ്റ് കണക്ക്, അല്ല നമ്മളെ സ്ഥലത്തെ കണക്കല്ലേ നമുക്ക് അറിയും. പിന്നെ ഞാൻ പറഞ്ഞില്ല, കാലിഫോർണിയയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ കണക്ക് കറക്റ്റ് കിട്ടൂല. കാരണം ഈ ഗവൺമെൻറ് സൈറ്റിൽ പോകുന്നത് വേറെയും ഉണ്ട്. പിന്നെ ഇവിടുത്തത് അത് ഇപ്പോൾ കുറച്ച് പണിയാണ്. കേസ് രജിസ്റ്റർ ചെയ്യാത്തുണ്ടല്ലോ, ഇപ്പോൾ കണ്ടതല്ലേ മറ്റേ റോബോട്ടിൻ്റെ കീഴിൽ പോലത്തെ ക്യാമ്പയിൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പം അങ്ങനെ മാറി വരാം. എന്നാലും ഒരു അപ്രോക്സിമേറ്റ്ലി എന്ന് ജോൺ ഹെവൻ ചോദിക്കുന്നുണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി
ഇങ്ങനെ പറയാൻ പറ്റില്ലടാ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഏടൻ പറയാണ്. പിന്നെ സെസ്കോനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സെസ്കോ അല്ലേ ലെസ്കോനോട് പറയാണ്, എന്നുവെച്ചാൽ മാനേജറിനോട് പറയാം, ഓൻ്റെ മാനേജറിനോട് പറയാം, നമ്മളെ ഒക്ടോടെക് 33 റെഡിയായോ? ആ അത് റെഡിയായി എന്നാണ് തോന്നുന്നത് എന്ന് പറയാണ്. അപ്പോൾ എന്താണ് ഒക്ടോടെക് 33 എന്നാൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതൊരു ഒറ്റഗണൽ ഷേപ്പ് പോലത്തെ ഒരു സാധനമാണ്, നമ്മളെ നാനോടെക് പോലെ. ഇത് ഓരോ പാർട്ടിക്കിളായിട്ടുണ്ടാവും. അത് പക്ഷെ ഒരു ഷീറ്റ് പോലെ ഉണ്ടാവും, ഒരു പേപ്പർ ഷീറ്റ് പോലെ. അത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റിൽ വെച്ചാൽ അത് ആ ഒരു ഒബ്ജക്റ്റിനെ ഒന്ന് ഒരു ഷേപ്പിലേക്കാക്കും, എന്ന് വെച്ചാൽ ഒരു ഇതിലേക്കാക്കും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഗണ്ണിൻ്റെ ഷേപ്പിൽ ഇത് എടുത്ത് വിചാരിക്കുക. ഇതിൻ്റെ മറ്റേ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇതല്ല, വേറൊരു മെറ്റീരിയൽ. അതിൻ്റെ മേലെ ഈ ഷീറ്റ് വെച്ചാൽ അത് ഒറിജിനൽ ഗണ്ണിനെ പോലെ വർക്കാവും, പക്ഷേ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് ബ്ലാസ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇത് തമ്മിൽ എന്താ പറയുക, വിടിയിപ്പിക്കുമ്പം അതിൻ്റെ പവർ നല്ലോണം ഉണ്ടാവും. എന്നുവെച്ചാൽ അത്രയും പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് റിലീസാകുമ്പോൾ. അപ്പോൾ പിന്നെ അതിനെ തിരിച്ച് മാഗ്നറ്റിക് പവർ വെച്ച് തിരിച്ച് വരാനും പറ്റും ഒരു ഇതിലേക്ക്. എന്നുവെച്ചാൽ അത് അത്രയും ഡേഞ്ചറസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. പക്ഷേ അത് തോക്കിൻ്റെ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വെടിവെക്കാനല്ല മെയിനായിട്ട് യൂസ് ചെയ്യുക. എന്നുവെച്ചാൽ വെടിവെക്കുന്നവ അതിൽ വെടികൊണ്ട് ബ്ലാസ്റ്റ് ചെയ്ത് തെറിപ്പിക്കും, അല്ലാണ്ട് പിന്നെ ഇഞ്ചറിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെ വെടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെടിവെക്കുന്ന ഉണ്ടാവെ അതിനെ പോക്കാൻ പറ്റും ആ ഒരു പവർ വെച്ച്. അങ്ങനത്തെ എനർജിയാണ് അതിനുള്ളത്. അപ്പോൾ ഈ ഒക്ടോടെക് 33 ഇപ്പം ഡെവലപ്പ് ചെയ്തിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സെസ്കോ പറയാണ് ഇത് നമുക്ക് പോകുമ്പോൾ എടുക്കാമെന്ന് പറയുന്നത്. പിന്നെ ഹെവനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഈ ഫ്ലാറ്റിൽ അവിടെ എത്തി, ഫ്ലാറ്റല്ല അപ്പാർട്ട്മെൻറ്റ് പോലത്തെ എന്ന് വെച്ചാൽ കഫേ പോലത്തെ സാധനം, ഒരു സംസാരിക്കാൻ അവസരം. ഓക്കെ, അതിൻ്റെ അവിടെ എത്തി ഹെവനും ഗ്യാങ്ങും. അപ്പോൾ ജാക്ക് പറയാം, കൊവ്വാല സ്ഥലം ഇത് സെസ്കോൻ്റെ വല്ലതാണോ? ആ സർച്ച് ചെയ്തൊക്കെ ഏടാൻ പറയാം. അല്ല ഇത് സെസ്കോൻ്റെ അല്ല. അതെന്തോ ഓൻ്റെ തന്നെ വയ്ക്കാത്ത, ഓന് വെറൈറ്റി സ്ഥലത്ത് പോകണം തോന്നുന്നുണ്ടാവും. അല്ല ഈ ചെങ്ങായി എവിടെ എന്ന് ചോദിക്കുകയാണ്. ആ ഈ ചെങ്ങായിനെ കണ്ട അങ്ങനെ ഇരിക്കുമെന്ന് ഹെവനും ചോദിക്കുക. അപ്പോഴാണ് ഹെവന് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് സെസ്കോൻ്റെ. അപ്പോൾ ഒരു ആ കഫേൻ്റെ കയറി കിട്ടോ. അന്നേരം ഹെവൻ ഇങ്ങനെ ചിന്തിച്ച് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയ പോലെ ആയി. അപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. Hello to a polar bear, an amazing creature thriving in its natural habitat, a true symbol of the Arctic wilderness. I hope you're doing well today. അപ്പോൾ ഹെവൻ എണീച്ചു പോകണം, വാട്ട് ദ ഹെക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാക്ക് അതെന്ന് ചോദിക്കുക, എന്ത് സംഭവം? അല്ല ഒന്നുമില്ല, ഒരു കണ്ടിന്യൂറ്റി തോന്നുന്ന ഒരു ഡ്രീം പോലെ എനിക്കൊരു തോന്നൽ വന്നു. എന്താ പറ്റി എനിക്ക് മനസ്സിലായില്ല. എന്തായാലും സെസ്കോ എവിടെ? പിന്നെ സെസ്കോ കയറി വരുന്നതാണ് കാണിക്കുന്നത്. Hi, Mr. Sesko de Mevia. I am Officer Jack. Oh, I am Sesko de Mevia. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കുകയാണ്. അപ്പം ജാക്ക് പറയാണ്, ഞങ്ങൾക്ക് ഒരു കേസുണ്ട്, അത് ഇതാക്കാനാ. ഓ സ്പോൺസർ ചെയ്യാനാന്ന് സെസ്കോ അടിക്കുക പറയാ. അതല്ല, അതിനകത്ത് ബാങ്കിനെ ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതിന് ഞാൻ എന്ത് വേണമെന്ന് സെസ്കോ ചോദിക്കുക. ബാങ്കിനെ വാങ്ങണോ ചോദിക്കുക. അതല്ല, ബാങ്കിനെ സസ്പെക്റ്റ് ചെയ്യുന്നതിൽ 2 ബാങ്കിൻ്റെ ഓണർ നിങ്ങളാണ്. ഓ അതുകൊണ്ട് നിങ്ങൾ എന്നെ സസ്പെക്റ്റ് ചെയ്യുന്നു, എന്നാൽ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ വെച്ചാലേ എന്ന് ചോദിക്കുക. ആ അങ്ങനെയല്ല, പക്ഷേ എന്താ പറയുക, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ ആ ബാങ്കിനെ എപ്പം വാങ്ങി, അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഞാൻ എന്തായാലും പറഞ്ഞു തരൂല. വാങ്ങിയത് ഞാൻ മറന്നുപോയി. ലെസ്കോനോടൊക്കെ ചോദിച്ചാൽ പോലെ, അതിനെന്തിനാ എന്നെ വിളിച്ചെടുത്തി? ഓ നിങ്ങൾ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചാൽ, പക്ഷേ ബാങ്ക് അല്ല ഇതൊന്ന് അറിയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതായിരിക്കും നിങ്ങൾ ബാക്കിൽ 2 ആൾക്കാർ ഒന്ന് സെസ്കോ കഴിക്കുന്നുണ്ട്. ഓ ഇത് ജോൺ ഹെവൻ അനാലിസിസ് ഗൈ ആൻഡ് ദിസ് ഇസ് ആദം, കമ്പ്യൂട്ടർ വർക്ക്സ് ചെയ്യുന്നതും അതിൻ്റെ അകത്തുനിന്ന് അനാലിസിസ് ചെയ്യുന്ന ആവുകയാണ് ആഡം. ഇത് നിങ്ങളാവൂല്ലേ മെയിൻ ഓഫീസർ? യാ എന്ന് ജാഗും പറയുന്നുണ്ട്.
അപ്പം ജാക്ക് ചോദിക്കുകയാണ്, മിസ്റ്റർ സെസ്കോ, നിങ്ങൾ എത്ര വലിയ പറ്റും സെക്യൂരിറ്റി ഒന്നുമില്ല? ഏയ്, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ സെക്യൂരിറ്റിനൊന്നും ആവശ്യമില്ല, ആരും എന്നെ കൊല്ലാൻ വരൂല എന്ന് പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് അവിടെ വെടിവെപ്പ് തുടങ്ങുകയാണ്. അയ്യോ അമ്മച്ചി! അപ്പോൾ ഒരു ടേബിളിൻ്റെ അടിയിലേക്ക് ഇതായി നിന്നു കേട്ടോ. അപ്പോൾ സെസ്കോ എന്ത് ചെയ്യുക വെച്ചാൽ ഒക്ടോടെക് 33 എടുത്ത് ഒരു ലെഗോ വെച്ചുണ്ടാക്കിയ പോലത്തെ ഷീൽഡിൻ്റെ മേലെ അത് ഇടുകയാണ്. അപ്പോൾ ഇതൊരു ഒറിജിനൽ ഷീൽഡ് പോലെ ആ ഒരു പവർ ഇതായി അത് നേരെ ആഡത്തിന് കൊടുക്കുകയാണ്. അതേപോലെ ഒരു മിനി സോഡ് പോലത്തെ ഇത് ലെഗോ വെച്ചുണ്ടാക്കിയാൽ അത് ആക്കിയിട്ടൊരു സോഡ് പോലെ ആക്കി അത് ഹെവന് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഗണ്ണിൻ്റെ പോലത്തെ അതേപോലത്തെ ലെഗോ സാധനത്തിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ജാക്കിന് കൊടുക്കുക. ഇത് നമുക്ക് ഗണ്ണായിട്ടും സോഡായിട്ടും ഉപയോഗിക്കുക. സോഡ് കിട്ടിയാൽ സോഡ് വെച്ച് ആ ഫയറിങ് മാക്സിമം ഇത് ചെയ്യുക, ഒരു ഷീൽഡ് പോലെ തന്നെ ആക്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഈ തോക്ക് വെച്ച് അക്യുറസി വെടിവെച്ചാൽ ആ ഉണ്ടനെ പൊട്ടിക്കാനും പറ്റും, പിന്നെ ഒരെതിരെ പിടിക്കാനും പറ്റും. ജസ്റ്റ് അതിനിടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയവരെ ഡിഫെൻഡ് ചെയ്ത് ബാക്കിയവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സെസ്കോ നേരെ അവിടെ ഒരു പൂവുണ്ടായിരുന്നു, നമ്മൾ സ്കൈ സ്ക്രീപ്പർ പോലില്ലേ, ഹൈറ്റിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൂവൻ ഗ്ലാസ്സാണ് ആ ഭാഗത്ത്, 2 ബിൽഡിങ്ങായിട്ട് കണക്ട് ചെയ്യുന്നൊരു പൂവാണ്. അപ്പോൾ അങ്ങോട്ട് നേരെ ചാടി. അപ്പം തന്നെ ഒരു അടിയിൽ നിന്ന് അതുവരെ വെടിവെച്ച് ഒരു കോൺസെൻട്രേറ്റഡ് പോയിന്റിലേക്ക്. അപ്പോൾ അത് പൂവും പൊട്ടിച്ചെതറി താഴോട്ട് ഇങ്ങനെ വീണു. അപ്പോൾ സെസ്കോ അതിനപ്പുറം വീണ്. ആ ഒരു സീന് നല്ല HD ക്വാളിറ്റി കാണിക്കുക. ಸಾರಿಯ ಪಶುವೀರ ಸಿಂಗಮ ಕಮ್ಮನ್ ಬನ್ನಲಿ ಪೋಗುಮ್ ಕೋಟ ನೀಯರ ಮನುಷಿ ಸೆದ್ದ ಬೋಸಿನ ಬೋಸಿಲ್ಲ ಯಾನಿಯರ